അപ്പൊ സുനിൽ ഭായ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പെർഫ്യൂമുകളുടെ ലോകത്തേക്ക് എത്തപ്പെടുന്നത്? പണ്ട് എൻ്റെ വല്യപ്പ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ എൻ്റെ വല്യപ്പ ഗൾഫിലാണ്. അന്ന് വല്യപ്പ നാട്ടിലേക്ക് വരിക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ആഘോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി വരുമ്പോൾ കയ്യിലൊരു ടേപ്പ് റെക്കോർഡർ ഉണ്ടാവും, അതുപോലെ വലിയ ട്രങ്ക് പെട്ടി എന്ന് പറയാം. അതായത് നമ്മുടെ മഞ്ഞ ചുവപ്പ് കലർന്ന ലൈനിലെ വലിയ പെട്ടി. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ അങ്ങനത്തെ പെട്ടി തന്നെ ഇല്ല, അങ്ങനത്തെ പെട്ടിയുമായിട്ട് നമുക്ക് നാട്ടിൽ വരിക. അപ്പൊ രാത്രി കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരു പതിവ് എന്താ വെച്ചാൽ പെട്ടി തുറക്കുക എന്നുള്ളത് ഒരു ചടങ്ങാണ്. ഞങ്ങൾ കുട്ടികളെല്ലാവരും പെട്ടിയും ചുറ്റും കാത്തിരിക്കും. കാരണം ആ പെട്ടി തുറക്കുമ്പോൾ അതിലുള്ള ഗിഫ്റ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ അത് തുറക്കുമ്പോൾ ആ ഒരു നാട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സംഭവത്തിലും ഉണ്ടാവും. ചോക്ലേറ്റുകള്, അത്തറുകള്, പുതിയ ഡ്രസ്സുകള്, കട്ട് പീസുകള്, അതുപോലെ വലിയ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് നമ്മുടെ സിഗർ ലൈറ്റർ, നമ്മൾ പിന്നെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റർ വരുമല്ലോ, പണ്ടത്തെ മോഡൽ. അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് റോത്ത്മൻസിന്റെ സിഗർ, ഇങ്ങനെ ഇതിന്റെയൊക്കെ സ്മെല്ല് കൂടി കലർന്ന ഒരു സ്മെല്ല്, ആ ഒരു മണമാണ് ആ പെട്ടി തുറക്കുമ്പോൾ വരിക. സത്യം പറഞ്ഞാൽ ആ മണം തേടിയാണ് ഞാൻ ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ എത്തിയത്. എൻ്റെ ആഗ്രഹം വലുതാവും, ഇതുപോലെ എനിക്കും ഇതുപോലെ ഗൾഫിൽ പോകണം, ഇതുപോലെ പെട്ടിയിൽ സാധനങ്ങളുമായി നാട്ടിലേക്ക് വരണം, എല്ലാവർക്കും കൊടുക്കണം. ആ മണം, അതിലുള്ള മണം ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അതാണ് എന്നെ ഇന്ന് ഈ നിലയിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിർത്തുന്നത്. നിങ്ങൾക്കും ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും തോന്നുന്നു. പെട്ടി തുറക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.